അഴിമതിയും അപാകതകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ആദിവാസികൾക്കുള്ള ഭൂവിതരണം നിർത്തിവെച്ചതെന്ന് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരി. മറിച്ചുള്ള പ്രചാരണങ്ങൾ വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ബിന്ദു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല ആദിവാസികളാണ് അവിടെ തടഞ്ഞത്. ഇത് സത്യത്തിൽ ബോധ്യമായതുകൊണ്ടാണ്. ഇത് എങ്ങനെ കണ്ണു ചിമ്പിയാലാണ് ഈ സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കുക എന്നുള്ളത്. ഇത് ഇത്രയും ജനങ്ങൾ ഇത് കണ്ടിരിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, 300 ആദിവാസികളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു 100ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ITDP ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡെപ്യൂട്ടി കലക്ടർ ഇരിക്കുന്നുണ്ട്. സത്യസന്ധമായ നറുക്കെടുപ്പാണെങ്കിൽ എന്തുകൊണ്ട് ആദിവാസികളെ അവിടുന്ന് മാറ്റിയിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് നറുക്ക് തുടർന്നുകൂടാ? കുറ്റമറ്റ രീതിയിൽ ആളുകൾക്ക് ഭൂമി നൽകണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി വിതരണം പാതി വഴിയിൽ നിർത്തിവെക്കുകയാണുണ്ടായത്. സത്യസന്ധമായി നറുക്കെടുപ്പ് നടത്തി ആദിവാസികൾക്ക് മുമ്പിൽ തെളിയിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. 3ഇടത്ത് കൊടുക്കാനായി നിർദ്ദേശിക്കപ്പെട്ട ഭൂമിയുടെ ടോക്കൺ ഒരു കുടത്തിൽ നിക്ഷേപിക്കുകയും ബാക്കി വന്ന എല്ലാ അപേക്ഷകരുടെയും പേരുകൾ ബ്ലാങ്ക് പേപ്പറിൽ അതേ കുടത്തിൽ നിക്ഷേപിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഉച്ചകഴിഞ്ഞ് മറ്റൊരു കുടം കൊണ്ടുവരികയും സർക്കാർ ഉത്തരവിൽ ഇല്ലാത്ത ഭൂമി ഒരു പഞ്ചായത്തിലെ ഒരേ വാർഡിലുള്ള ആളുകളുടെ പേര് മാത്രം നിക്ഷേപിച്ച് ആ കുടത്തിൽ ഇടുകയും ആ കുടത്തിൽ നിന്നും പ്ലോട്ടുകൾ മാത്രം നറുക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇവർക്ക് 20 സെന്റ് വീതമാണ് കൊടുക്കുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നില്ല. ഇത് ആദിവാസികളോട് ചെയ്യുന്ന കൊടും വഞ്ചനയാണെന്നും ബിന്ദു ആരോപിച്ചു. 417 കുടുംബങ്ങൾക്ക് ഈ 417 കുടുംബങ്ങൾ ജനങ്ങൾ കേൾക്കുമ്പോ 417 കുടുംബങ്ങൾക്കാണ് അവിടെ നമ്മൾ മുടക്കം വരുത്തുന്നത്. ഈ 417 കുടുംബങ്ങളിൽ ഒരു അർഹതയും കണ്ടെത്തിയവർ എത്ര ആളുണ്ട് എന്ന് വെറുതെ പറയുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഈ മനുഷ്യരെ കണ്ണിൽ ഒരു പൊടിയിടാൻ നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാൾക്ക് കൊടുത്തെങ്കിൽ അത് സത്യസന്ധമായിട്ട് ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തു എന്നുള്ളത് ഇവർക്ക് പറയാലോ. അതിനകത്ത് ആ നോട്ടീസിൽ പോലും ഇത്ര പ്ലോട്ടാണുള്ളത്, ഇത്ര കുടുംബങ്ങളെയാണ് ഞങ്ങൾക്ക് അനുകൂലമില്ലാത്തവരെ വിമർശിക്കും, അതിനെതിരായിട്ട് ഞങ്ങൾ ചെയ്യും. കാരണം നമുക്ക് അനുകൂലം ഇല്ലെങ്കിൽ പിന്നെ ഇവരൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമല്ലല്ലോ. ഞങ്ങൾ 2005 തേങ്ങ 15 തേങ്ങ നിലപാടെടുത്ത ആൾക്കാരാണ്. ഇതേ നിലപാടെടുത്ത ആൾക്കാരാണ്. കാരണം ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ പറയുന്നതൊന്നും ആൾക്കാർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നേതാക്കന്മാര് കേൾക്കാനിട്ട് തിരിച്ച് നിലപാടെടുത്ത ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഈ 26 തിരിച്ച് നിലപാട് ഞങ്ങൾ എടുക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. നമുക്കിപ്പോ ആരധികാരത്തിൽ വന്നോന്നല്ല, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്കിപ്പോ ആരധികാരത്തിൽ വന്നോന്നല്ല, ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ വരെക്കെതിരെ ചെയ്യാൻ കഴിയും. ഞങ്ങളെ വേണ്ടാത്ത സർക്കാരും ഞങ്ങളെ വേണ്ടാത്ത നേതാക്കന്മാർക്കും ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ഞങ്ങളെ ഈ ചെറിയൊരു രീതി വെച്ചിട്ട് അത് ഞങ്ങൾ ചെയ്യും. നമുക്കിപ്പോ ഈ കേരളത്തില് പോയിട്ട് 14 ജില്ലയിലും പോയിട്ട് എന്താണോ ഇനി അടുത്ത ദിവസം അധികാരത്തിൽ വരാൻ പാടില്ലാതെ പറയാനുള്ള ശേഷിയും കഴിവും സംഘടന ശക്തിയൊന്നുമില്ല. നമ്മുടെ ഈ ചെറിയ ജില്ലയിലെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുണ്ടോ അതൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കും. ആദിവാസികളെ സഹായിക്കാത്തവർക്കെതിരെ വരുന്ന നിയമസഭയിൽ പ്രവർത്തിക്കുമെന്നും ബിന്ദു പറഞ്ഞു. ഗിരിദാസ്, വിജയൻ, ബാലൻ, സക്കീർ മോങ്ങം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.